അടുത്ത് വെച്ചിട്ട് ഇത്ര ദൂരം വെച്ചെടുക്കുന്നത്. ഹായ് ഹലോ ഗായ്സ്, നമസ്കാരം, വെൽക്കം ടു ആ ജോധ്പൂർ വ്ളോഗ്. അങ്ങനെ മായിയും ജാനുമിയും തിരിച്ചു വന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. ആൻഡ് അവരെ കൂടെ രണ്ടുപേരും കൂടെ എക്സ്ട്രാ നമ്മൾ വന്നിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ജാനുമി ഇന്നലെ ജോധ്പൂർ തിരിച്ചെത്തി. ഞങ്ങൾ എൻ്റെ വിശിഷ്ട ഗസ്റ്റിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ വെരി ഡിയർ ഫ്രണ്ട്സ് ഗോപിക, അജീഷ്, ജാനുമിയുടെ ഗോപമാമി ആൻഡ് ഡാഡ. പിന്നെ നമ്മൾ ജോധ്പൂർ ആൻഡ് ജയ്സൽമേർ കാണിക്കാനായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നീ എങ്ങനെ ജോധ്പൂർ കാണിക്കും? ഇവിടെ കഴിക്കാൻ വന്നിരിക്കുന്നതല്ലേ? നമുക്ക് വിശന്ന് ജോധ്പൂർ കാണാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ആദ്യം വിശന്ന് ഭക്ഷണം മുഖ്യം വെക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഫ്ലമിംഗോയിൽ കഴിക്കാൻ കയറി. ആൻഡ് ഇൻ കേസ് ഞങ്ങളെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ മായി, ഞാൻ സുബൻ, ജാനകി, ആൻഡ് വെൽക്കം ടു സമയമുണ്ടോ? ജോധ്പൂരിൽ കാണാനായിട്ട് മെയിനായിട്ട് 2 സ്ഥലങ്ങളാണുള്ളത്. ഒന്ന് മെഹ്റാൻഗഡ് ഫോർട്ട്, പിന്നുള്ളത് ഈ കാണുന്ന ഉമേദ് ഭവൻ പാലസ്. ഇവിടെയാണ് പ്രിയങ്ക ചോപ്ര കല്യാണം കഴിച്ചത്. അങ്ങനെ പറഞ്ഞാൽ അറിയായിരിക്കും പലർക്കും. അങ്ങനെ ജാനുമിയും ഗോപമാമിയും ഡാഡയും കൂടെ എല്ലാം താഴോട്ട് വീഴ്ത്തുന്ന ഒരു പ്രത്യേക തരം പ്രതിഭാസത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. എന്തോ ഒരു വിനോദം, അല്ലാതെ എന്ത് പറയാൻ. ഗോപമാമി രണ്ടാമത്തെ പ്രാവശ്യമല്ലേ ജോധ്പൂർ വരുന്ന ഗോപമാമി ഇതൊക്കെ രണ്ടാമത്തെ തവണ കാണാൻ പോവാണ്. എന്താണ് ഗോപമാമിയുടെ പ്രതികരണം? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം ഓർമ്മയുണ്ടോ ഫസ്റ്റ് കണ്ടതൊക്കെ? പിന്നെ ഉണ്ടല്ലേ? നല്ല ഓർമ്മയുണ്ട്. മെഹ്റാൻഗഡ് ഫോർട്ട് ഓർമ്മയുണ്ട്. ഇത്രയൊക്കെ ഉള്ളു ജോധ്പൂരില്. ഇതൊക്കെയുള്ളത് 5 days ഉണ്ടായിരുന്നു. ഒരുവിധം എല്ലാം കണ്ടിട്ടാണ് ഗോപമാമി പോയത്. പക്ഷെ ഗോപമാമിയുടെ കല്യാണം കഴിഞ്ഞ ശേഷം വിത്ത് അജീഷ് ഗോപമാമി വരുന്നത് ഇപ്പൊ ആദ്യമായിട്ടാണ്. ജാനുമിയുടെ തലയിൽ കാവാല കാവാല പാട്ട് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, അവരുടെ തലയിൽ ഒരു പാട്ട് കയറി കഴിഞ്ഞാൽ നമ്മളത് വെറുക്കുന്നവരെ അവരത് പ്ലേ ചെയ്യുകയും പാടുകയും ചെയ്യും. നമ്മൾ ഗൈഡൊന്നും എടുക്കാതെ ഉമേദ് ഭവൻ കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ലോക്കൽ ഗൈഡാണ് ഈ മുമ്പിൽ നടക്കുന്നത്. എന്തെങ്കിലും പറയാമോ രണ്ടുപേരും? 10-15 പ്രാവശ്യം ഇതിൻ്റെ അത് കറങ്ങിയിട്ടുള്ളതുകൊണ്ട് ഒരു ഗൈഡിന്റെ ആവശ്യമില്ല. ഇതിലും നല്ല ഇൻസ്ട്രക്ഷൻസ് തരാൻ ഒരു ഗൈഡിന് പറ്റില്ല എന്നാണ് ഉണ്ണിമ പറയുന്നത്. ഇത്രയും നല്ല ഗൈഡായിട്ട് ഗൈഡ് വരാൻ വേറെ ഒരു അപ്പൊ പറ, ഇതിന്റെ ഇത് പറ. ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ രാജാവ് ആൾക്കാർക്ക് പട്ടിണി മാറ്റാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് പോലും. അതൊരിക്കൽ പറഞ്ഞു കേട്ടായിരുന്നല്ലേ നമ്മള്. കാര്യം പണി കൊടുക്കാൻ വേണ്ടി ആളുകൾ അവർക്ക് ജോലി. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് രാജാവിന് എന്നാ പിന്നെ വെറുതെ കൊടുത്തില്ല. അമ്മ രാജാവിന് വീട് കിട്ടണം, അതിന്റെ കൂടെ കുറച്ച് ആൾക്കാരെയും കയ്യിലെടുക്കണം. അതുകൊണ്ട് പുള്ളിക്കാരൻ ഇതുണ്ടാക്കി ജീവിക്കുന്നത്. ഈ ഒരു പോർഷനിലാണ് അവരുടെ ഫാമിലി താമസം. അപ്പോൾ ഈ ഉമേദ് ഭവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ഓഫ് ഉമേദ് ഭവനിൽ ഇപ്പോഴും റോയൽ ഫാമിലി താമസിക്കുന്നുണ്ട്. ഈ നടുക്ക് കാണുന്ന ഈ ഒരു ഏരിയ, ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. ഇതാണ് മ്യൂസിയം. ടൂറിസ്റ്റുകൾക്ക് എൻട്രി ചെയ്യാൻ പെർമിഷനുള്ള മ്യൂസിയം ഏരിയ. അവിടെ കാണുന്നത് ആ ഫ്ലാഗൊക്കെ വെച്ച് ഇപ്പോൾ ഒരു ടാക്സിയൊക്കെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന ആ ഭാഗം താജിൻ്റെ പ്രോപ്പർട്ടിയാണ്. താജിൻ്റെ ഗസ്റ്റിന് മാത്രമേ അങ്ങോട്ട് എൻട്രി ഉള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ വലിയൊരു ലോണും അത് ആ കാണുന്ന ബിൽഡിംഗ് ആക്ച്വലി പഴയ റോയൽ കാർ കളക്ഷനാണെന്ന് തോന്നുന്നു, വിൻറ്റേജ് കാർസിൻ്റെ കളക്ഷൻ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു വലിയ ലോണുണ്ട്, നമുക്കിരിക്കാം. ആ ഒരു ഏരിയയിൽ ഒരു ക്യാൻറ്റീൻ പോലെയൊക്കെ ഉണ്ട്. നമ്മളൊരു എത്ര തവണയും ഉമേദ് ഭവനിലും മെഹ്റാൻഗഡിലും 7 വർഷം ഈസി ആയിട്ട് വന്നതാണ്. കാര്യം നാട്ടിൽ നിന്ന് ഓരോ ആളുകൾ വരുമ്പോഴും നമ്മൾ അവരെയും കൊണ്ട് വരുന്ന 2 സ്ഥലങ്ങളാണ് ഉമേദ് ഭവനും മെഹ്റാൻഗഡും. അങ്ങനെ ഇതിപ്പോൾ നമ്മളൊരു 10ാം തവണ. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞാൻ ജോലി വിട്ടാൽ പോലും എനിക്കിവിടെ ജോലി കിട്ടും. അത്രയ്ക്കൊക്കെ ഗൈഡായിട്ട് ജോലി കയറാനുള്ള നോളജ് ഒക്കെ. നമ്മളിപ്പോൾ 10ാം തവണ കയറാൻ പോകുന്നത്. പക്ഷെ ഞാൻ ഇനി ഒന്നും പറയൂല, ബിക്കോസ് കാര്യം എനിക്കറിയില്ല. ചുമ്മാ മാത്രം. ഇവിടുത്തെ ഈ രാജാവിനെ കണ്ട മലയാളികൾക്ക് ആരായിരുന്നത് ഞാൻ പറയുന്നില്ല, അത് ഓഡിയൻസ് തീരുമാനിക്കണം. കാണിച്ചു കൊടുക്കാം അല്ലേ? നിങ്ങൾക്ക് ആരെങ്കിലും ആയിട്ട് എവിടെയെങ്കിലും കണ്ടു മറന്ന ആരുടെങ്കിലും ചായ, മലയാളി നടൻ എന്റെ ചായ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ
ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു കമന്റ് ഇട്ടേക്ക് അല്ലേ ഉണ്ടോ? അത്രയേ നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ഒന്നും കൂടെ കാണിച്ചു തരാം അല്ലേ? എന്തോ ഒരു മിനിയേച്ചറാണ് അല്ലേ? കണ്ടതല്ലേ? ആക്ച്വലി ഈ ഒരു പോർഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആക്സസ് അലോ ചെയ്തിട്ടുള്ള സ്ഥലം. ഇവിടെ ആക്സസ് അലോ ചെയ്യാത്ത സ്ഥലം അവിടെയാണ് രാജാവ് താമസിക്കുന്നത്. ഈ ഒരു മിഡിൽ പോർഷനാണ് നമുക്ക് ആക്സസ് തന്നത്. ഞാൻ ബാക്കി മൊത്തം താജിന്റെ പ്രോപ്പർട്ടി. അപ്പോൾ മ്യൂസിയത്തിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഇൻട്രിക്കേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളൊരു പെയിൻറ്റിങ് കാണാം. ഗോൾഡ് ഫോയിലൊക്കെ യൂസ് ചെയ്തെന്നാണ് ഒരു ഗൈഡ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. ബാക്കിൽ ഇതാ മെഹ്റാൻഗഡ് ഫോർട്ട് കാണാം. ഒരു രാജ്പുത് വാറിൻ്റെ ഡിപ്പിക്ഷനാണ്. ഒരു പോളിഷ് ആർട്ടിസ്റ്റ് സ്റ്റെഫാൻ നോബ്ലൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് വരച്ച പെയിൻറ്റിംഗ് ആണ്. ഇനിയും കൂടുതൽ പുള്ളിയുടെ പെയിൻറ്റിങ്സ് നമുക്ക് അകത്ത് കാണാം. അല്ല ഉണ്ണേമാ, ഇതിനകത്തുള്ള എല്ലാ റോയൽ ഫാമിലിയുടെ കുറേ സാധനങ്ങൾ ഷോക്കേസ് ചെയ്തിരിക്കുന്ന ഒരു മ്യൂസിയം. ഇത് ആക്ച്വലി ഹണ്ട് ചെയ്ത ലെപ്പാർഡോ എന്തോന്നാണ്, ചീറ്റയോ ലെപ്പാർഡോ എന്തോന്നാണ് അതിനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഉണ്ണിയമ്മ ഇപ്പോഴത്തെ രാജാവിനെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഉണ്ണിയം ഏത് എന്നാ ഐ ഹാൻഡ് ആകെ കൺഫ്യൂഷനിലാണ്. ഇതാണ് ഇപ്പോഴത്തെ രാജാവ്. ചെറിയൊരു ചായ ഉണ്ട് ഉണ്ണിയമ്മ. ഇവിടെ പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്തിനെങ്കിലും ഒക്കെ കാശ് കൊടുത്തിട്ട് പോകേണ്ടി വരും. കാശ് വാങ്ങത്തില്ല, കാര്യം ആവശ്യമില്ല. അങ്ങ് പറഞ്ഞു. കിട്ടിയിടേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ രാജാവ് അല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ രാജാവ്. ഇവിടുത്തെ ഇപ്പോഴത്തെ രാജാവ് ഇതാണ്. ഇത് അവരുടെ റോയൽ ഫാമിലി. ഇതാണ് രാജാവിന്റെ മോനല്ലേ? നെക്സ്റ്റ് രാജാവ്. ഇത് മറ്റേ നമ്മുടെ വെഞ്ചാമരം എന്നൊക്കെ പറയുന്നവർക്ക് എന്തായിട്ടാണോ? അപ്പോൾ ഇതാണ് ഞാൻ ഇതിന് മുമ്പത്തെ പല വ്ളോഗ്സിലും പറഞ്ഞിട്ടുള്ള പോലെ രാജസ്ഥാനിലെ ഫോർട്ട്സും പാലസസും എല്ലാം മ്യൂസിയംസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. വേറെ അവരുടെ റോയൽ ഫാമിലിയുടെ ലൈഫിലേക്ക് ഒരു സ്നീക്ക് പീക്ക് കിട്ടുന്ന ഒരു സ്ഥലം. അപ്പോൾ അവർ യൂസ് ചെയ്തിരുന്ന പഴയ കാലത്തെ വെപ്പൺട്രി ആണെങ്കിലും യൂട്ടൻസിൽസ് ആണെങ്കിലും ഉടുപ്പുകളാണെങ്കിലും എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സ്ഥലം. ഇവിടെ പോളോയുടെ കാര്യങ്ങളൊക്കെ, ഹോസ് പോളോ ഇല്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു സെക്ഷനായിരുന്നു ഇത്. ക്രോക്കറി അങ്ങനത്തെയൊക്കെ ഇപ്പുറത്തുണ്ടായിരുന്നു, ട്രോഫീസ്. പിന്നെ ഇത് ബട്ടർ നൈഫൊക്കെയാണ് അവർ യൂസ് ചെയ്തിരുന്ന എല്ലാ യൂട്ടൻസിൽസും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ക്വീനിൻ്റെ സെക്ഷനാണ്. ഇവിടെ ക്വീനിൻ്റെ മുറിയിൽ യൂസ് ചെയ്തിരുന്ന ഐവറിയുടെ കുറേ സാധനങ്ങളുണ്ട്. ഐവറിയുടെ മിറർ, ഐവറി ഗ്ലാസ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കബേർഡ്, അങ്ങനെ ക്വീൻ യൂസ് ചെയ്തിരുന്ന ഐവറിയുടെ കോമ്പ്, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളായിരുന്നു ഇവിടെ. ഇതിനിടയ്ക്ക് കോർട്ട്യാർഡ് പോലൊരു സ്പേസ് ഉണ്ടായിരുന്നു. നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോകാൻ കുറേ ബെഞ്ചസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഏരിയ. ഞങ്ങൾ വന്നത് അവിടെയാണല്ലോ, അങ്ങോട്ടൊന്ന് നോക്കാം. അവിടെ ഞങ്ങൾ വന്നതിൽ സന്തോഷമുണ്ട്. വളരെ വളരെ എന്താ പറയാനുള്ളത്? ഇനി സമയത്തിന് ഭക്ഷണം കിട്ടും. പിന്നെ കളിപ്പിക്കാനായിട്ട് ജാനമിയുണ്ട്. പിന്നെ വിഷമം പറയാൻ മായുണ്ട്. ഫെമിനിസ്റ്റുകൾ കേട്ടാൽ നിന്നെ ചവിട്ടി കൊടുക്കും. ഞാനൊരു ഫെമിനിസ്റ്റൊക്കെ തന്നെ. ഭക്ഷണം കിട്ടുമെന്ന് സമയത്തിന്. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുന്ന വളരെ ബോറ് പരിപാടി ആയതുകൊണ്ട് നായിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ അത് കഴിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി. ഇവിടെ ഉണ്ണിയമ്മ, നീ ഇത് ടൂർ ഗൈഡ് എന്ന് വേണ്ടത് പറഞ്ഞ സ്ഥിതിക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നല്ലേ? ഇത് ഇവിടുത്തെ ഒരു ഫോറിൻ ആർട്ടിസ്റ്റാണ് ഇത് വരച്ചത്, സ്റ്റെഫാൻ എന്തോന്നോ. അപ്പോൾ പുള്ളിക്കാരൻ രാമായണത്തിന് ആളുടെ വേർഷൻ ഓഫ് പെയിൻറ്റിങ്ങിൽ അങ്ങനെ വരച്ചതാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഏതോ ഗ്രീക്ക് ഗോഡാണെന്ന്. അല്ല, നമ്മുടെ രാമായണം തന്നെയാണ്. പക്ഷെ പുള്ളിക്കാരൻ വരച്ചുകൊണ്ടാണ് ഒരു ഗ്രീക്ക് വൈബ് പഠിക്കുന്നത്. രാമായണം തന്നെയാണോ? മുകളിൽ നമ്മളൊരു ശിവനെ കണ്ടല്ലേ?
തലയില് സ്റ്റെഫാൻ. ആ ഈ പുള്ളിയാണ് ഫ്രഞ്ച് ആർട്ടിസ്റ്റാണ്. ഇതിന്റെ മുകളിൽ കണ്ട ഇത് ഒറിജിനൽ ഗോൾഡ് ആണോ അവിടെ? ലാസ്റ്റ് ടൈം കണ്ട ടൂർ ഗൈഡ് എന്നാണ് പറഞ്ഞത്. കൊള്ളതാണോന്ന് അറിയത്തില്ല, കുറേയൊക്കെ ചറണ്ടി പോയിട്ടുണ്ട്. ഈ ഫോട്ടോ കണ്ടിട്ട് മേറാൻഗഡാണെന്ന് വിചാരിച്ചല്ലേ? കുറച്ചു മുമ്പ് നീ ഇത് എന്തുവാണെന്നാ പറഞ്ഞത്? രാമായണം. പിന്നെയാണ് അറിഞ്ഞൂടാ ഇനിയിപ്പോ രാമായണം ജോധ്പൂരിൽ വെച്ചായിരുന്നു. അല്ല അപ്പൊ തായിരിക്കുന്നവരാണ്. ഇപ്പൊ നമ്മുടെ ഓഡിയൻസ് വിചാരിക്കും യവനെയൊക്കെ ടൂർ ഗൈഡായിട്ട് വിശ്വസിച്ചിറങ്ങിയാൽ ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. നെക്സ്റ്റ് ഒരു മുറി ഡെഡിക്കേറ്റഡ് ഫോർ റോയൽ കളക്ഷൻ ഓഫ് ക്ലോക്സ് ആയിരുന്നു കേട്ടോ. ക്ലോക്സ്, ചെറിയ ടൈം പീസസ്, അലാം ഇത് സാധനങ്ങൾ, അങ്ങനെയൊക്കെ പല ഷേപ്പിൽ. ഇത് ലൈറ്റ് ഹൗസിൻ്റെ ഷേപ്പിലൊക്കെ കണ്ടോ? അങ്ങനെ പല 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 ഷേപ്പിൽ ബ്യൂട്ടിഫുള്ളായ ഭയങ്കര റോയൽ ആയ, ഓഫ് കോഴ്സ് റോയൽ ആണല്ലോ സാധനം, അങ്ങനത്തെ പഴയ ആൻറ്റീക്ക് തടിയുടെ അങ്ങനെയൊക്കെ പല 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 കളക്ഷൻ ഓഫ് ക്ലോക്സ് ആൻഡ് വാച്ചസും ഒക്കെ ടൈം പീസസും ഒക്കെ ഉള്ളൊരു റൂമായിരുന്നു ഇത്. ജസ്റ്റ് റോയൽ ഫാമിലിയുടെ കുറേ ആർട്ടിഫാക്ട്സ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു മ്യൂസിയം. പിന്നെ ഇവിടെ ഇതൊക്കെ ഇതും മെഹ്റാൻഗഡ് ഫോർട്ട് മാത്രമേ പുറത്ത് മറ്റേ ലക്ഷറി വണ്ടികളുണ്ട്. ആ ലക്ഷറി വണ്ടികളുടെ ഒരു ബിൽഡിംഗ് അങ്ങോട്ട് കയറി വന്നപ്പോൾ കാണിച്ചായിരുന്നു. കാറ് കാണാൻ പോവാ വരുന്ന റോൾസ് റോയ്സ്. ഇത് അവരുടെ റോയൽ ഫ്ലീറ്റ്, അവരുടെ പൊസിഷനിലുള്ള ഫ്ലൈറ്റ്സ്, ജെറ്റ്സ് പണ്ടുണ്ടായിരുന്നതും ഒക്കെ ചാർട്ടേഡ് അങ്ങനത്തെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു കുട്ടി മിനിയേച്ചർ ഡിസ്പ്ലേയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സെക്ഷനായിരുന്നു ഇത്. ഏത് സ്കൂളിലാണ് കാണാൻ പോയത്? അതേ സ്കൂളാണ് ജാനകി ചുബേറ്റ് സ്കൂൾ. ഇവിടെയാണ് നമ്മുടെ റോയൽ കാർ കളക്ഷൻ. ഇതാണ് റോയൽ കാർ കളക്ഷൻ. ഉണ്ണിമാ, ഈ കാറുകളെ കുറിച്ച് കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ. എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് ഇയറാണ്? ഈ കൊച്ചു പോയി. ഞാൻ അവിടെ പോകാൻ പാടില്ല. വഴക്കോളെ മാമ വഴക്കോളെ. വഴക്ക് കിട്ടും ജാനോ. ആ മാമ വഴക്കോറയോടാ. ദാ കിടക്കുന്നു. അതുകൊണ്ട് ആരും പോവാത്ത. This is Rolls-Royce Phantom 1927 മോഡലാണ്. കഴിഞ്ഞാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഇതൊക്കെ ഇപ്പോഴും എന്തിനൊക്കെയോ കൊണ്ടുപോകാറുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? പൂരത്തിനല്ല, ഓരോ വിന്റേജ് കാർ കോമ്പറ്റീഷന് ഇവിടുത്തെ വണ്ടികൾ പോകാറുണ്ട്. ആൻഡ് ഈ ഇടയ്ക്ക് തന്നെ ഒരു അവാർഡ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തു. ഇനി അവർക്ക് ഇത് മാത്രമല്ല, ഇനിയും വണ്ടികളുണ്ട്. പക്ഷെ ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചെടുക്കുന്ന ഇത്ര വണ്ടികൾ. ഇതിന്റെ ഒക്കെ വലിപ്പം കണ്ടു. അതായത് നമ്മള് നമ്പർ 2 ആണിത്. നമ്പർ 2 രാജാവിന്റെ നമ്പർ 2 വണ്ടി, നമ്പർ 1 വണ്ടി. ചാലു പഠിക്കാൻ പറയണം. അത് ഒന്നും കാണാൻ വയ്യ സത്യം പറഞ്ഞ. അപ്പൊ അങ്ങനെ കുറെ വണ്ടികളുണ്ട് ഇതിനകത്ത്. ഈ ഒരു ഏരിയ ഗ്ലാസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ ശരിക്കും കാണിക്കാൻ പറ്റിയില്ല. റിഫ്ലക്ഷൻ മാത്രമായിരുന്നു ആ സമയത്ത് കാണുന്നത്. സോഫാർ ഉണ്ട്, കാഡിലാക്ക് ഉണ്ട്, റോൾസ് റോയ്സ് ഉണ്ട്, മോറിസ് ഉണ്ട്, മെർസിഡീസ് ഉണ്ട്, ബ്യൂയിക്ക് ഉണ്ട്. പിന്നെ മോറിസ് പറഞ്ഞല്ലോ ഓൾറെഡി. ഇത്രയും വണ്ടികൾ ഇപ്പോൾ ഡിസ്പ്ലേയിലുണ്ട്. മോറിസ് എന്ന് പറഞ്ഞ MG ആ മോറിസ് തന്നെ. മോറിസൺ ഗാരേജസ് നല്ലത്. മോറിസ് ഗാരേജസ് എന്നാണ്. എന്താ തള്ളി? എന്റെ വ്ളോഗിന് വേണ്ടി, എന്റെ വ്ളോഗിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി നിന്റെ തള്ളലൊന്നും ഇവിടെ. ഉണ്ണിമാ ഗോമാമയുടെ തള്ളാൻ പറയണേ. ഉണ്ണിമാ നമ്മുടെ വ്ളോഗിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി തള്ളാൻ പറ. നീ ഇവിടെ കിടന്ന് തള്ളിയാ ചിലപ്പോ ഈ കാർ ഏതെങ്കിലും സ്റ്റാർട്ട് ആവും. തള്ളടാ. എന്റെ വ്ളോഗിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയെന്ന് വെച്ചിട്ട് ഗോപിയെ പറയുന്നില്ല. ചേച്ചിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോർഡിന്റെ കാര്യം പറഞ്ഞൊന്ന് തള്ളിയതായിരുന്നു. ഫോർഡ് ജീപ്പ്.
നമ്മൾ ഉമേദ് ഭവൻ പാലസൊക്കെ കണ്ട് കഴിഞ്ഞ് ഇവിടുത്തെ ക്യാൻറ്റീനിൽ വന്ന് കുൽഫിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുൽഫി വന്ന ആക്രാന്തത്തിൽ അതൊന്നും എടുത്തില്ലായിരുന്നു. ഇവിടെ ജാനമി പുല്ലിക്കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ജാനു? പേടിയാണോ? പാടില്ല. കാര്യം എന്താ ജാനു? അതെന്താ ഞാൻ പോകാൻ പാടില്ലാത്ത? നടന്നു പോണോ? ഇനി അങ്കിള് ജാനുവിയെ കണ്ട് പേടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ ക്ലൗഡ് താഴോട്ട് വരുന്നത്. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ നടക്കുന്നത്. ക്ലൗഡ് താഴോട്ട് വരുന്ന പോലെ. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. കുൽഫിയിൽ വേറെ വല്ലതും ഉണ്ടായിരുന്നോ? ശരിക്കും താഴോട്ട് വരുന്നു. നോക്ക്, കാണാം, നിന്റെ കണ്ണുകളിൽ അത് കാണാം. അപ്പോൾ ഉണ്ണി സോൺ ഔട്ടായി, അതുപോലെ നമ്മളും ഈ വ്ളോഗിൽ നിന്ന് സോൺ ഔട്ട് ആകുകയാണ്. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗായിരുന്നിരിക്കും. ഉമേദ് ഭവൻ പാലസിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. ഞങ്ങൾക്ക് അന്നത്തെ ദിവസം അവിടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്തായാലും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനി ജോധ്പൂരിലെ മറ്റ് സ്ഥലങ്ങളും ജയ്സൽമേറിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ജാനുമിയുടെ ഗോപമാമിയും ഡാഡയും കൂട്ടത്തിൽ ഞങ്ങളും വരുന്നതായിരിക്കും. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വ്ളോഗ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വൺ. ബൈ.